I choose Kodi. അങ്ങനെ one more weekend. Tomorrow is Sunday. Again church and catechism. What a pain. This catechism and all is a waste of time. Yeah, I'm going only because of my parents. ഞാൻ വല്ല കാലത്തൊന്ന് പോകും, just to keep in touch with friends. അത് മതി. Why are we wasting our time for this catechism and church? ചുമ്മാ, it's foolish. Be also educated. നമുക്ക് ശരിയും തെറ്റും അറിയാലോ. ബാക്കി എല്ലാവരും സൺഡേ ഫുട്ബോൾ കളിച്ച് ചില്ല് ചെയ്യുമ്പോഴാണ് നമുക്കൊരു കാറ്റഗിസം. ഈ പാരൻസിനും അച്ഛന്മാർക്കും ഒക്കെ എപ്പോഴാണോ ആ വിവരം കിട്ടുന്നത്? അയ്യോ ആണ്ടടാ, അച്ഛൻ വരുന്നു. എസ്കേപ്പ്. അച്ഛൻ നമ്മളെ ഓൾറെഡി കണ്ടു. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഇരിക്കും. ഞാൻ ഒരു ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. പിന്നെ എന്താ പരിപാടി? ഓ, ഒന്നുമില്ല അച്ഛൻ, വെറുതെ. എടാ ഫ്രാൻസിസ്, നിന്റെ പള്ളിയിലൊന്നും കാണാറില്ലല്ലോ, എന്ത് പറ്റി? ഓ, അത് പിന്നെ പഠിത്തവും എൻട്രൻസ് കോച്ചിങ് കഴിഞ്ഞ് സമയമില്ല അച്ഛോ. എന്താടാ ഒരു ഒളിച്ചു കളി? എന്താണെങ്കിലും പറഞ്ഞോ തന്നെ. അച്ഛോ, ഞങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഒരു ദിവസം സൺഡേ, അന്ന് കാറ്റഗിസം കൂടെ വേണോ അച്ഛാ? ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാച്ചോ? എന്തെങ്കിലും കിട്ടുമോ? ഈ റിലേഷനൊക്കെ എന്തിനാച്ചോ? മനുഷ്യൻ നന്നായി ജീവിച്ചാൽ പോലെ. ഈ പ്രായത്തിൽ നിങ്ങൾ ഇതൊക്കെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ കാണുന്ന ചില അൺഒത്തന്റിക് ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം. ഞങ്ങൾ പറഞ്ഞതിലും കാര്യമില്ലേ അച്ഛാ? ഉണ്ടോ? നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ക്രിസ്തീയ സഭ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയുള്ള മൊറാലിറ്റിയും ഡിസിപ്ലിനുമാണ്. വി cannot be creative and productive without discipline. Discipline for what അച്ഛാ? To lead oneself in proper direction and goal. To control your mind, your thoughts and your emotions. If you learn these, you will become more powerful. ഇതൊരു പ്രോസസ്സാണ്. To clean and enrich yourself, like enriching atoms to make it more powerful. ശരിയാണ്, പക്ഷെ അതിന് കാറ്റഗിസം ക്ലാസ് വേണം. നിങ്ങൾ സ്കൂളിൽ മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ? To learn the secret laws of nature and its applications, അല്ലേ? Yes, that is necessary for the development of mankind. Yes, it is necessary. അതുപോലെ Word of God contains sacred laws of life. Faith, hope, love are some basic laws of life. For a peaceful, happy and blessed life, we need to learn and apply the laws of life in our life. അതാണ് ഞങ്ങൾ കാറ്റഗിസത്തിലൂടെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ചുമ്മാ പറ്റിയതല്ലേ അച്ഛാ? What is this faith and hope? If we work hard, we can live, and one day we all will die. Yes, പറഞ്ഞത്. Like other laws and equations, laws of life are also very difficult to understand and apply. The word hope in Aramaic means a positive imagination. Our faith, nourished with a positive imagination, will create miracles. That's why Jesus told, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും എന്ന്. Miracles, ഇതൊക്കെ ഉണ്ടോ അച്ഛാ? പിന്നെ നിങ്ങൾ സ്കൂളിൽ പ്രാക്ടിക്കൽ ചെയ്തല്ലേ പഠിക്കുന്നത്? Same way, you experiment what you have learned in catechism too. Faith can be understood only through experience. മക്കളെ, നമ്മൾ കുറെ പഠിച്ചത് കൊണ്ടോ സമ്പാദിച്ചത് കൊണ്ടോ ആയില്ല നന്നായി ജീവിക്കുവാനും പഠിക്കണം. നമ്മൾ സ്നേഹത്തോടെ ദൈവിക നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ച അതാണ് സ്വർഗം. ഓക്കെ, നിങ്ങൾ ഇരിക്കും, എനിക്കല്പം തിരക്കുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ പള്ളിയിൽ വെച്ച് പറഞ്ഞു തരാം. വേണ്ട അച്ഛാ, പൈസ ഞാൻ കൊടുത്തു. ഓ ഓക്കെ, താങ്ക് യു. എന്നാൽ നാളെ പള്ളിയിൽ കാണാം. അച്ഛൻ പറഞ്ഞതിലും കാര്യമുണ്ട്. എത്ര പഠിച്ചാലും സമ്പാദിച്ചാലും നന്നായി ജീവിക്കാൻ അറിയില്ലെങ്കിൽ
തീർന്നു. We know everything except law of life. വാട്ട് എവർ ഇറ്റ് ഇസ്, സന്തോഷവും സമാധാനവും സ്നേഹവും ഇല്ലെങ്കിൽ ലൈഫ് ഇസ് ലൈക്ക് എ ഹെൽ. Because our parents have faith and they pray all the time, we have a peaceful and happy family environment. ശരിയാ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എത്ര ഹോറബിൾ ആയേനെ. നമ്മളൊക്കെ സ്വർഗത്തിലാണോ? എടാ ഫ്രാൻസിസേ, നീ എന്തൊന്നും മിണ്ടാതെ? അച്ഛൻ പറഞ്ഞത് 100% ശരിയാ. എൻ്റെ അപ്പനും അമ്മയ്ക്കും വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല. വല്ല കാലത്തൊന്നും പള്ളിയിൽ പോകും. അതുകൊണ്ടല്ലേ ഞാനും പഠിച്ചത്. അപ്പ IIT പാസ് ഔട്ട്, അമ്മ IIM പാസ് ഔട്ട്. രണ്ടുപേർക്കും പ്രൊഫഷനാണ് ലൈഫ്. എപ്പോഴും ഫോൺ വിളിയും ലാപ്ടോപ്പും. I really felt like we're all machines. Hey, don't get emotional, dog. അല്ലടാ, you know, my parents are separated now. നിങ്ങളുടെ കുടുംബം സ്വർഗമാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഹേയ്, ലീവ് ലീവ്. ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ ഫ്രണ്ട്സായിട്ട്? I know where they went wrong. I will correct it in my life. വിശ്വാസവും പള്ളിയും കാറ്റഗിസവും ഉപേക്ഷിച്ചാൽ എൻ്റെ മക്കൾക്ക് കൂടെ കിട്ടേണ്ട അനുഗ്രഹമല്ലേ ഞാൻ ഇല്ലാതാക്കുന്ന? എൻട്രൻസ് ജയിച്ചാലും തോറ്റാലും എനിക്കൊന്നുമില്ല. ഞാൻ നാളെ മുതൽ പള്ളിയിൽ പോകും, കാറ്റഗിസത്തിനും പോകും. അത് കഴിഞ്ഞ് മതി ബാക്കിയൊക്കെ. ശരിയാണ് നീ പറഞ്ഞത്. ദൈവം തന്നു ജീവിത നിയമങ്ങൾ നാം പഠിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ we are committing a big mistake to ourselves and to our future generations. Yes, you are right. It is not a waste of time, but the greatest investment for our life. അപ്പോ നാളെ രാവിലെ പള്ളിയിൽ കാണാം. Let us keep the light of faith from the generations. Let us be the pilgrims of hope.